കന്നുകളെ കന്നുടമകളെ പ്രവർത്തിക്കാരെ ഫ്രണ്ട്സ് പോത്തുകൂട്ട് ആൻഡ് കാളപൂട്ട് കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച ഈ പോത്തുകൂട്ട് മത്സരത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. കളകൂട്ട് പന്തുകളി പറഞ്ഞ മലപ്പുറത്ത് പ്രത്യേകിച്ച് കാളകൂട്ട് പന്തുകളി രണ്ട് സംഗതിയാണ്. ഇത് പരമ്പരാഗതമായിട്ട് ഇതിൻ്റെ ചരിത്രങ്ങൾ, ഇതിൻ്റെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം 1886 കാലഘട്ടങ്ങളിൽ മലബാർ മേഖലയിൽ നിലമ്പൂർ കോവിലകം രാജാക്കന്മാർ അവരിഷ്ടത്തിന് കൊണ്ടുവന്ന ഒരു കാർഷിക വിനോദമാണിത്. കാളപൂട്ട് എന്ന ഈ കാർഷിക വിനോദത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കാളപൂട്ട് കൂട്ടായ്മ. രാവിലെ 7:30 8 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെ പരിപാടി നടക്കും. എവിടെ കാളപൂട്ടുണ്ടെങ്കിലും ഏത് പ്രദേശത്തുണ്ടെങ്കിലും കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, എല്ലാ ജില്ലകളിലും ഞങ്ങൾ കന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകലുണ്ട്. അതാണ് അങ്ങനെയാണ് ഇതൊരു ഹരം തോന്നിയത് കാളപൂട്ടിൽ. ഇത് പിന്നെ ഒരു കൂട്ടായ്മ നിലനിൽക്ക് എല്ലാവരും ഒരു ഒത്തൊരുമയുടെ ജാതി മതമില്ലാതെ എല്ലാവരും സമനിലയിൽ ഇവിടെ വന്നാൽ എല്ലാവർക്കും സമാണ്. ഒരു കന്നിനും മറ്റൊരു കന്നിനേക്കാൾ പ്രത്യേകതയോ കുറവോ കൂടുതലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കർഷക ജനതയുടെ കരുത്തും ചേറ്റിൽ ഓടിപ്പായുന്ന കന്നുകളുടെ വേഗതയും പൂർണ്ണമാവുന്നത് കാണികളുടെ ആവേശത്തിമിർപ്പിലാണ്. ഈ കാളപൂട്ടിൽ 4 സെറ്റ് പ്രവർത്തിക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ 4 സെറ്റ് പ്രവർത്തിക്കാരിൽ ഒരു സെറ്റിൽ 9 ആളുണ്ടാവും. അതായത് അതിൻ്റെ പൂട്ടിക്കാരൻ, അതിൻ്റെ കയറിൽ നിൽക്കുന്ന 3 ആളുകൾ, തള്ളിക്കൊണ്ടുപോകുന്ന ഒരാൾ 5, പിന്നെ കന്നുകളെ ഉള്ളിൽ കെട്ടുന്ന ആളും പുറത്ത് കെട്ടുന്ന ആളും അങ്ങനെയൊക്കെ കൂടിയായിട്ട് പിന്നെ അതിൻ്റെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊണ്ടുപോകണ മൊത്തത്തിൽ 9 ആൾ ഒരു സെറ്റിൽ ഉണ്ടാവും. നുകത്തിൽ കെട്ടിയ കന്നുകളുമായി ചേറ്റിലൂടെ ഓടുന്ന പ്രവർത്തിക്കാരൻ്റെ ഉള്ളിലെ കർഷക പാരമ്പര്യത്തിന്റെ പ്രൗഢി ഈ ആവേശപ്പൂട്ടിന് സാക്ഷിയാവുന്ന ഓരോ കാണിയുടെ മുന്നിലൂടെ മിന്നി മറഞ്ഞു പോകുന്നുണ്ട്. വെയിലും മഴയും നോക്കാതെ, വിജയങ്ങളും പരാജയങ്ങളും മനസ്സിൽ വയ്ക്കാതെ ഒരു മത്സരത്തിൽ നിന്ന് മറ്റു മത്സരത്തിലേക്ക് പോകാൻ ഇവർക്ക് പ്രചോദനം പടുകൂറ്റൻ ട്രോഫികളോ കാണികളുടെ ആർപ്പുവിളികളോ അല്ല. ഇതിലേറ്റവും ടൈം ഇറങ്ങി ഓടുന്ന കന്നുകൾക്കാണ് 1ാം സ്ഥാനം. അത് ക്രമാതീതമായിട്ട് 5 സ്ഥാനങ്ങൾ വരെ ഇവിടെ ട്രോഫി നൽകപ്പെടുന്നുണ്ട്. ഈ കാളപൂട്ടിൻ്റെ ഈ മത്സരത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഓരോ ജോഡി കന്നിനും 2 ട്രയൽ പൂട്ടായിട്ടുണ്ടാവും. അതിന് ശേഷം 3ാമത്തെ റൗണ്ട് കടക്കുന്നത് നിയമാനുസൃതമായിട്ടുള്ള ട്രാക്ക് വിരിച്ചുകൊണ്ടാണ്. നിയമാനുസൃതമായിട്ടുള്ള ട്രാക്കിൻ്റെ അളവ് 18 അടി 1ാം മൂലയിൽ നിന്നും 18 അടി ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക്, അതുപോലെ തന്നെ 2ാം മൂലയുടെ ഭാഗത്തു നിന്നും ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് 18, 3ാമതും 18, 4ാമത് എൻഡാണ് ഫിനിഷ് ചെയ്യുന്ന സ്ഥലം. അവിടെ 16 അടിയായിട്ട് ചുരുക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ 2 അടിൻ്റെ കമ്മി അവിടെ വരും. അവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവിടെ ലൈൻ ഇട്ടിട്ടുണ്ടാവും. ആ ലൈനിന് ടച്ച് ചെയ്തിട്ട് കടക്കുന്നതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അവിടെ വാച്ച് അടിക്കും. അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള വാച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു തർക്കങ്ങൾ ഉണ്ടാവില്ല. ആ വിടി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ വിരളമരനോട് കൂടിയിട്ട് മറ്റുള്ള എല്ലാവരും, ഞാൻ കന്നിൻ്റെ ഉടമയാണ്, ഞാനടക്കം പുറത്തു പോകണം, ആരും ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ കന്നുകളും ഈ 5 ആളുകളും. കന്നിന് കാവലായി നിൽക്കുന്ന കുട്ടി മുതൽ ഏറ്റവും മുതിർന്ന കന്നുടമയുടെ വരെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കന്നുകൂട്ട് എന്ന കാർഷിക വിനോദമാണ്. ആ വികാരമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. പല പൂട്ടുകളായി ഈ ഇതിന്റെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പേ അടുത്ത മത്സരത്തിന് ഉണ്ടാവുള്ളൂ. ഇതിപ്പോ 7-ാം തീയതി, അടുത്ത 21-ാം തീയതി വീണ്ടും മത്സരം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ വിജയപരാജയം ആസ്വദിക്കാനും ആനന്ദിക്കാനും ഒക്കെ 15 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. അത് ഞങ്ങൾക്ക് ഞങ്ങളെ ഭാഗം വിജയിക്കാന്നുള്ള മാത്രം രക്ഷയുണ്ടാവുള്ളൂ. മറ്റുള്ളവരെ ഇതൊന്നും ഞങ്ങൾക്ക് നോക്കണില്ല. ഈ കാണികൾ ആവേശമോ അല്ലെങ്കിൽ ബാക്കി പ്രവർത്തകർ ആവേശമോ അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ വിജയത്തിൽ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ഈ പൂട്ടൊരു സമ്പൂർണ്ണ വിജയമാക്കി തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു.
എൻ്റെ പേര് സാദിഖലി, വാപ്പൂത വിളിക്കല്. ഞങ്ങള് ചെറുപ്പത്തിലേ പഠിച്ചതാണ്. ഇവിടെ കൃഷിയായിരുന്നു. വല്യപ്പാന്റെ ഉള്ള കാലത്തെ കൃഷിയായിരുന്നു. അപ്പൊ അറിയാം, അമ്പത്തിലാണ് പിന്നെ വല്യപ്പ അതിന്റെ ഉപ്പ ഇങ്ങനെ വാർത്തുകൊണ്ട് കൃഷി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്കൂളൊക്കെ വിട്ടിട്ട് പോയിട്ട് തന്നെ ഊരിലും മുറിക്കലും കന്നൂട്ടിലൊക്കെ ആവും. അപ്പൊ അങ്ങനെ അന്നങ്ങനെ പഠിച്ച് ചെറുതായിരുന്നു. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ കമ്പായിരുന്നു. പിന്നെ അതിനങ്ങനെ പഠിച്ചിട്ടാണ് കാളൂട്ട് പഠിച്ചത്. ഒന്ന് നഖം അവരെ കഴുത്തിൽ വെച്ചിട്ട് കെട്ടും, അതാണ് നഖം. പിന്നെ ചെരുപ്പ് മുട്ടി അത് കെട്ടിയിട്ട് പിന്നെ ഈ പുടിയല്ലും വരും, അതിന്മേൽ നിന്നിട്ടാണ് ആള് കൂട്ടല്. പിന്നെ ഒന്ന് മരമുണ്ട്, ചെരുപ്പ് മുട്ടിയുണ്ട്, നഖമുണ്ട്. അങ്ങനെ 3 ഐറ്റാണ്. അത് ചെറിയ കുട്ടികൾക്ക് രണ്ടും ഉപയോഗിക്കില്ല, വള്ളി മാത്രം. അതിന്ന് വണ്ടി എക്സ്പീരിയൻസ് ആയി നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചാലാണ് പല്ലൊക്കെ പറഞ്ഞ് പ്രായമൊക്കെ ആയാല് ഈ ചെരുപ്പും മരമൊക്കെ വെച്ച് കൂട്ടുന്നത്. അത് ചെറുപ്പത്തിലേ പഠിച്ചു തരുന്നത്, നമ്മളെ പഠിച്ചു തരുന്നില്ല, പെട്ടെന്നാകൂല. ഇപ്പൊ നമ്മള് ഡോക്ടറിനോ എഞ്ചിനീയറിനൊക്കെ പഠിച്ചമാതിരി തന്നെ ചെറുപ്പത്തിലേ ഇതിമൊരു കമ്പം വേണം, പേടി പാടില്ല. പ്രായം കഴിഞ്ഞിട്ട് പഠിക്കാൻ കഴിയൂല. ഒരു പ്രായം തെറ്റി പഠിച്ചാൽ പഠിക്കാൻ പണിയാണ്. ഒരു ശരീരവായക്കാണത്. ഈ പ്രായത്തിൽ ഇങ്ങനെ എടുത്ത് എക്സ്പീരിയൻസ് ആയാല് റെഡിയായി കിട്ടും. വീടിനായിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇതിലില്ല. അപ്പൊ നമ്മള് എന്തിലായാലും പഠിപ്പിക്കുമ്പോൾ ചെറിയൊരു തല്ലി കുത്തുന്നല്ലാതെ വീടിനായിട്ടുള്ളൊരു ഇതൊന്നും ഇതിലില്ല. പിന്നെ ഈ കന്നിനെ ഉടമകൾ വളർത്തുന്ന പറഞ്ഞാല് ഭയങ്കര റിസ്ക് കൊടുത്ത ചിലവാണ്. നമ്മളെ കുട്ടികളെ പോറ്റില്ലാറെ റിസ്ക്കാണ്. നമ്മളെ കുട്ടികൾക്ക് ഒരു കോഴി മരുന്ന് ആഴ്ചയിൽ പോലും കൊടുക്കൂല. പക്ഷെ ഇറ്റേക്ക് കോഴി മുട്ട എന്നൊക്കെ കൊടുത്തിട്ട് പരിപാലിച്ച് കൊണ്ടുവരുവാണ്. ഇത് കന്നോട്ട മത്സരത്തിന് പങ്കെടുപ്പിക്കാനും അതിന് വിജയം കണ്ടെത്താനും അതിൻ്റെ ഒരു ഭാഗവാക്കുകളായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ തൊഴിലാളികൾ മെയിൻ ഭക്ഷണം മുതിര ഡെയിലി നന്നാക്കി കൊടുക്കും. പിന്നെ നാടൻ കോഴി മുട്ട, അരിഷ്ടം, ആട്ടും തല, പിന്നെ അങ്ങനത്തെ പച്ചമരുന്നുകളൊക്കെ കൊടുക്കുള്ളൂ സ്പോർട്സിന്റെ കന്നിന്. ഒരു പൂട്ട് കഴിഞ്ഞാല് അതിനെ നോക്കാനായിട്ട് കന്നിന്റെ പോകുന്ന ആളുകളുണ്ടാവും. പിന്നെ അത് ഓടി നല്ല പ്രാക്ടീസായി നല്ല വിലക്ക് വാങ്ങാൻ ആളുകളുണ്ട്. നമ്മളിപ്പോ ഒന്നിനെ പഠിപ്പിച്ചെടുത്ത് കൊടുന്ന് വന്നാല് അത് ഓട്ടൊക്കെ നല്ല ക്ലിയർ ആയാല് അതിന് വാങ്ങാൻ ആളുകളുണ്ട്. നമ്മൾ മുഖാവിലേക്ക് വാങ്ങും, ലക്ഷങ്ങളും കൊടുത്ത് വാങ്ങാൻ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു കന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കന്ന് വാങ്ങണമെങ്കിലും അറ്റ്ലാസ്റ്റ് ഒരു 5 ലക്ഷം റുപ്യ ഒന്നിന് വേണം. അതിന് ജോഡിയാക്കണമെങ്കിൽ ചിലപ്പം 10ഒക്കെ അതും വേണ്ടി. അങ്ങനെ വരുമ്പോൾ ടോട്ടലീസ് വരുമ്പോൾ ഒരു 15 റുപ്യൻ്റെ ഒക്കെ അത് വരും. ഒരു 5 കിലോ മുതൽ ഒരു 5 കിലോ മുതലൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും 50 റുപ്യാണ് ഇപ്പോൾ കിലോന്. 5 25 250 റുപ്യ. ഒരു കെട്ട് വൈക്കോലിന് 350 റുപ്യ. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഡെയിലി ഇതിൻ്റെ നോക്കുന്ന ആളുകൾക്കുള്ള ചിലവുകളും കാര്യമൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരു 1000-1200 റുപ്യ ഡെയിലി ഇതിന് മാറ്റി വെക്കണം. പിന്നെ ഈ മത്സരപ്പൂട്ടിനൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനുള്ള വണ്ടി, അതിനുള്ള ആളുകൾ, അതിൻ്റെ സെറ്റപ്പ് കൂടി വരുമ്പോൾ പ്രവർത്തിക്കാരെ പിരിക്കലും മറ്റുള്ള കാര്യങ്ങളും വേറെയും അതിൻ്റെ മറ്റുള്ള എല്ലാ എക്സ്പെൻസും കൂടി ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ ഒരു 10-25,000 റുപ്യ ഇന്നത്തെ ഇവിടെ ചിലവ് വരും. 2017 തമിഴ്നാട് സംസ്ഥാന സർക്കാർ ജല്ലിക്കെട്ടിന് വേണ്ടിയും 2018 കർണാടക സർക്കാർ അവരുടെ പരമ്പരാഗത കന്നോട്ട മത്സരമായ കമ്പളയ്ക്ക് വേണ്ടിയും നടത്തിയ ഭേദഗതിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് കേരള സർക്കാരിൻ്റെ കന്നോട്ട മത്സരങ്ങൾക്കായുള്ള പുതിയ ഭേദഗതി ബിൽ നിലവിൽ വന്നത്. കാളപൂട്ട്, കന്നുപൂട്ട്, മരമടി, ഉഴവ്, പോത്തോട്ടം ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഇത്തരം പരിപാടികൾ നിലനിർത്തേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരവും പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നതിന് അനിവാര്യമാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കാണ് 1960 കേന്ദ്ര നിയമമായ ജന്തുക്കളോടുള്ള ക്രൂരത തടയൽ ആക്ട് എന്ന നിയമത്തിന് കേരള സംസ്ഥാനത്ത് ബാധകമാകുന്ന തരത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള ഈ ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോ നാട്ടിൽ ഭയങ്കരമായിട്ട് ആവേശമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭയങ്കര ആവേശം. പണ്ട് പ്രായമുള്ളവരായിരുന്നു വരുന്നത് തലയിൽ മുണ്ടൊക്കെ. ഇപ്പൊ ചെറുപ്പക്കാരധികമാണ്. ചെറുപ്പക്കാരെ പിടിക്കാനും ഇറക്കാനും കൂട്ടാനും ഒക്കെ ചെറുപ്പക്കാരധികമുണ്ട്. പിന്നെ അതൊരു മെയിൻ ജീവകാരുടെ പ്രവർത്തനം ഇപ്പൊ കാളകൂട്ട്. വീട് വെച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നിർദ്ധയരായിട്ടുള്ള കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ ഞങ്ങളുടെ ഒരു മുഖ്യ നോക്കുകുത്തിയാണ് ഈ കാളപൂട്ടിൻ്റെ. നമ്മളെ കവളപ്പാറ ദുരന്തം നടത്തി നമ്മളെ കാളപൂട്ട് സംസ്ഥാന കമ്മിറ്റിന്റെ ഇതിൽ വീട് വെച്ചു കൊടുത്തു. വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. ലക്ഷങ്ങളൊക്കെ പിരിച്ചിട്ട് രോഗികളായ ആളുകൾക്കാണ് ഇപ്പൊ ഇതിന്റെ പൈസ പോണത്. പിന്നെ ഇതിൽ ഈ കൂട്ടായ്മയാണ്. രാഷ്ട്രീയം ഞങ്ങൾക്കില്ല, ജാതിയില്ല, മതമില്ല, ചെറിയ ആളില്ല, വലിയ ആളില്ല. അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ കാളപൂട്ട് എന്ന് പറഞ്ഞ ഈ കാർഷിക വിനോദം.
കണ്ടുപിടി കൊടിപിടിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. മത്സരത്തിൽ ആനന്ദം കണ്ടെത്തുന്ന അവരോരോരുത്തർക്കും മത്സരമാണ് ആവേശം. ആ ആവേശമാണ് അവർക്ക് വിജയം.